പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ഏറ്റവും ചെറിയ ഒരു രൂപം പറയുകയാണ്. വേറെ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഉസല്ലി സുന്നത്ത ഈദിൽ ഫിത്രി റക്അത്തൈനി മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാ ലില്ലാഹി തആല. 2 റക്അത്ത് ചെറിയ പെരുന്നാൾ നിസ്കാരം അല്ലാഹു തആലയ്ക്ക് വേണ്ടി അദാ കൊണ്ട് ഒറ്റക്കാണെങ്കിൽ ഞാൻ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഇമാമോടുകൂടെ നിസ്കരിക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. പുരുഷന്മാർ ഏതായാലും പള്ളിയിലേക്ക് പോകും. സ്ത്രീകളെ സംബന്ധിച്ച് അവർ വീട്ടിൽ നിന്ന് നിസ്കരിക്കുകയാണല്ലോ. അപ്പോൾ നിസ്കരിക്കുമ്പം കഴിവിൻ്റെ പരമാവധി ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ അവരിൽ കൂട്ടത്തിൽ ആരാ നല്ല ഒരു അറിവുള്ള ഒരാൾ എന്ത് ചെയ്യുക, ഇമാമായിട്ട് നിൽക്കുക. അതല്ല ഇനി പള്ളിയിലേക്ക് വരാൻ പ്രയാസമുള്ള പുരുഷന്മാരാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർ ഇമാമത്ത് ആയിട്ട് എന്ത് ചെയ്യുക, അവർ നിൽക്കുകയും ചെയ്യാം. അപ്പം എന്ത് ചെയ്യുക, ഒരാൾ ഇമാമ നിൽക്കുക, ബാക്കിയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക, മഅ്മൂമീങ്ങളായിട്ട് നിൽക്കുകയും ചെയ്തുകൊണ്ട് ആ ഒരു വലിയ മഹത്തായ സുന്നത്ത് നിസ്കാരം ജമാഅത്തായിട്ട് കൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നെങ്കിൽ സാധാരണ നിസ്കരിക്കുന്ന 2 റക്അത്ത് എങ്ങനെയാണോ അതുപോലെ നിസ്കരിക്കുക. അതല്ല അഫ്ളലായ രൂപം സാധാരണ നമ്മൾ തക്ബീറൊക്കെ ചൊല്ലിക്കൊണ്ടുള്ള നിസ്കാരമല്ല. അപ്പോൾ ആ ഒരു രൂപമാണ് പറയുന്നത്. അപ്പോൾ ആ രൂപം മനസ്സിലാകാത്ത പ്രയാസമുള്ള ആളുകൾ സഹോദരന്മാരാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ, അത് തിരിയാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചാണ് പറഞ്ഞ് സാധാരണ 2 റക്അത്ത് എങ്ങനെയാണോ നിസ്കരിക്കുക അതുപോലെ ഫാത്തിഹയും സൂറത്തും ഓതിയിട്ട് നമ്മൾ നിസ്കരിക്കുക എന്നുള്ളതാണ്, സലാം വിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ചെറിയ രൂപമാണ് പറയുന്നത്. അപ്പോൾ ഉസല്ലി സുന്നത്ത ഈദിൽ ഫിത്രി, ഇത് ചെറിയ പെരുന്നാൾ നിസ്കാരമാണല്ലോ. അല്ലെങ്കിൽ ഈദിൽ അദ്ഹ ആണെങ്കിൽ ഈദിൽ അദ്ഹ എന്ന് നമ്മൾ പറയും. ഇപ്പോൾ ചെറിയ പെരുന്നാൾ നിസ്കാരമാണല്ലോ. അപ്പോൾ ഉസല്ലി സുന്നത്ത ഈദിൽ ഫിത്രി റക്അത്തൈനി മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാ ലില്ലാഹി തആല മഅൽ ഇമാമി, ഇമാമോടുകൂടെ ഞാൻ നിസ്കരിക്കുന്നു. അല്ലേ, ചെറിയ പെരുന്നാൾ. ഞാൻ അതൊന്നും പറയാൻ പ്രയാസമില്ല, അങ്ങനൊന്നും വിഷമിക്കണ്ട. ചെറിയ പെരുന്നാൾ നിസ്കാരം 2 റക്അത്ത് ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് അദാ ആയിക്കൊണ്ട് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇമാമോടുകൂടെ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ജമാഅത്തായി നിസ്കരിക്കുന്നു എന്ന നിയ്യത്ത് വെക്കുക. മലയാളത്തിൽ നമുക്ക് അറിയുന്ന രൂപത്തിൽ ആ ഒരു നിയ്യത്ത് നമ്മൾ വെക്കുക. അല്ലാഹു അക്ബർ എന്ന് സാധാരണ തക്ബീർ കെട്ടുന്ന പോലെ കെട്ടുക. എന്നിട്ട് 1ാമത്തെ റക്അത്തിലേക്കാണല്ലോ പ്രവേശിക്കുന്നത്. അപ്പോൾ ആദ്യം തക്ബീർ കെട്ടിയ ഉടനെ തന്നെ വജ്ഹത്ത് ഓതുക എന്നുള്ളതാണ്. വജ്ഹത്ത് ഓതി എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ നമ്മൾ സാധാരണ ഫാത്തിഹ ഓതലാണല്ലോ. വജ്ഹത്ത് ഓതിക്കഴിഞ്ഞാൽ നേരെ തക്ബീർ കെട്ടുക, വീണ്ടും തക്ബീർ കെട്ടുക. അപ്പോൾ 1ാമത്തെ റക്അത്തിൽ 7 തക്ബീറാണ് ചൊല്ലേണ്ടത്. അല്ലാഹു അക്ബർ, നമ്മൾ സാധാരണ തക്ബീർ കെട്ടുന്നത് പോലെ വീണ്ടും ഒരു തക്ബീർ. ഇപ്പോൾ 1ആയി. നേരത്തെ നമ്മൾ എന്ത് ചെയ്യുക, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന തക്ബീറാണ്. ഇനിയുള്ള വജ്ഹത്ത് കഴിഞ്ഞതിന് ശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീർ കെട്ടുക. തക്ബീർ കെട്ടിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ആ ഒരു തസ്ബീഹ്, ആ ഒരു തക്ബീറൊക്കെ അടങ്ങുന്ന ആ ഒരു ദിക്ർ നമ്മൾ ചൊല്ലുക എന്നുള്ളതാണ്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ വലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നും കൂടി ചൊല്ലാൻ പറ്റിയ ഏറ്റവും അഫ്ളലായി. അപ്പോൾ നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ഒരു പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ വീണ്ടും അല്ലാഹു അക്ബർ. ഇപ്പോൾ 2ആയി. ഇങ്ങനെ 7 തക്ബീർ ചൊല്ലുക. അപ്പോൾ ഓരോ തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ 7 തക്ബീറാണ് ചൊല്ലേണ്ടത്. ഇനി അഥവാ ഞാൻ 5ആയി പോയി, അതൊന്നും പ്രശ്നമില്ല. അതെന്തുണ്ട്, ഞാൻ ഒന്ന് കുറഞ്ഞു പോയിച്ചിട്ടോ അല്ലെ എന്തെങ്കിലും അറിയാതെ എന്ത് ചെയ്ത് കുറഞ്ഞു പോയി, അതുകൊണ്ട് നമ്മൾ നിസ്കാരം എന്തെങ്കിലും ആവും, അല്ലോ ഒരു പ്രശ്നമില്ല. ഇനി അഥവാ തക്ബീർ തന്നെ ചൊല്ലിയിട്ടില്ല, എന്നാലും ആ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ കൂലി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ചൊല്ലേണ്ടത് 7 തക്ബീറാണ്. 7 തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ 7ാമത്തെ തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന 7ാമത്തെ തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, പിന്നെ ഫാത്തിഹ ഓതുക. പിന്നെ അതിൻ്റെ ശേഷം എന്ത് ചെയ്യണ്ട, സുബ്ഹാനല്ലാഹി ചൊല്ലണ്ട. പിന്നെ നേരെ ഫാത്തിഹ ഓതുക, അഊദു ബിസ്മിക ചൊല്ലി ഫാത്തിഹ ഓതുക. പിന്നെ സൂറത്തു സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന സൂറത്തുൽ അഅല നമ്മൾ എന്ത് ചെയ്യുക, ഓതുക. അത് അറിയാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ചെറിയൊരു സൂറത്ത് ഓതുക. ഖുൽ യാ അയ്യുഹൽ കാഫിറൂന എന്നുള്ള സൂറത്ത് ഓതുക. അതല്ലെങ്കിൽ അതും അറിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ഒരു സൂറത്ത് ഓതുക. എന്നിട്ട് നേരെ റുക്കൂ എഴുത്തുകാർ സുജൂദൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ 2ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് അല്ലാഹു അക്ബർ എന്നാണ് സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമല്ലോ. ഇനി ശ്രദ്ധിക്കുക, തക്ബീർ നേരെ എഴുന്നേറ്റ് നിന്നാൽ പിന്നെ എന്ത് ചെയ്യുക, നേരെ ഒന്ന് എന്ത് ചെയ്യുക, അടങ്ങിയിട്ട് അല്ലാഹു അക്ബർ 1ാമത്തെ തക്ബീർ. 2ാമത്തെ റക്അത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ 2ാമത്തെ റക്അത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, പിന്നെ 2ാമത്തെ റക്അത്തിൽ 5 തക്ബീറാണ് ചൊല്ലേണ്ടത്. അപ്പോൾ നേരെ എഴുന്നേറ്റ് നിന്ന് പിന്നെ എന്ത് ചെയ്യുക, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. അതിൻ്റെ ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും അല്ലാഹു അക്ബർ എന്ന് അങ്ങനെ 5 പ്രാവശ്യം തക്ബീർ ചൊല്ലുക. ആ തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ആ ഒരു
പിന്നെ തസ്ബീഹ് ആ ഒരു ദിക്ർ നമ്മൾ ചൊല്ലുക. 5-ാമത്തെ തക്ബീർ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക? ഫാത്തിഹ ഓതുക. പിന്നെ ഹൽ അത്താക്ക ഹദീസുൽ ഗാശിയ എന്ന സൂറത്ത് ഓതുക. അത് അറിയാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ചെറിയ ഏതെങ്കിലും ഒരു സൂറത്ത് ഓതുക. എന്നിട്ട് എന്ത് ചെയ്യുക? നേരെ റുക്കൂവും സുജൂദും കഴിഞ്ഞ് അത്തഹിയ്യാത്തൊക്കെ ഇരുന്ന് സലാം വീട്ടുക. സലാം വീട്ടിയതിന് ശേഷം എന്ത് ചെയ്യുക? ഒന്ന് പടച്ച റബ്ബിനോട് എന്ത് ചെയ്യുക? ഹുതുബ സാധാരണ പിന്നെ പുരുഷന്മാർക്കാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പിന്നെ നമുക്ക് എന്തില്ല, നമ്മൾ നിസ്കാരം മാത്രം നിസ്കരിച്ചാൽ മതി. ആ നിസ്കാരം എന്ത് ചെയ്യുക? പിന്നെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു പിന്നെ വലിയ ദുആക്ക് ഇജാബത്തുള്ള ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം. നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് പിന്നെ മനസ്സറിഞ്ഞുകൊണ്ടൊന്ന് ദുആ ചെയ്യുക. നമ്മിലൊന്നും ഒരുപാട് ആളുകൾ വിട പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി എന്ത് ചെയ്യുക? ഒന്ന് ദുആ ചെയ്യുക. പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പിന്നെ നമ്മളൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് എന്ത് ചെയ്യുക? നമ്മൾ പിന്നെ ദുആ ചെയ്യുക. ആ ദുആക്ക് വലിയ ഇജാബത്തുണ്ടെന്ന് ഇജാബത്തുള്ള ഒരു ദിവസം കൂടിയാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഈ പെരുന്നാൾ നിസ്കാരം എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? സുബഹിൻ്റെ പിന്നെ സുബഹി കഴിഞ്ഞ് ഇപ്പോൾ സൂര്യൻ ഉദിച്ച് ഒരു പിന്നെ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? അതാണ് ഏറ്റവും അഫ്ദലായ സമയം. സൂര്യൻ ഉദിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ അതിന് സമയമായെങ്കിലും ഏറ്റവും അഫ്ദലായ സമയം പിന്നെ സൂര്യൻ ഉദിച്ച് കഴിഞ്ഞ് എന്ത് ചെയ്യുക? ഒരു ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ആ നിസ്കാരത്തിന് സമയമായി ഒരു 7, 8 മണി 9 മണിക്ക് പിന്നെ ഏകദേശം 9 മണിന് മുമ്പായിട്ട് തന്നെ അത് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏതായാലും ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റിയ ളുഹർ വരെ അതിൻ്റെ സമയമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ ഇടയ്ക്കായിട്ട് എന്ത് ചെയ്യുക? നമ്മൾ പെരുന്നാൾ നിസ്കാരം ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ പിന്നെ കഴിവിൻ്റെ പരമാവധി സുന്നത്താണെങ്കിലും അത് നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ അത് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ വീണ്ടും പറയുകയാണ്, ഷോർട്ടാക്കിയിട്ട് പറയുകയാണ്, പ്രത്യേകിച്ച് സഹോദരിമാർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. പുരുഷന്മാരെ സംബന്ധിച്ചവർ പള്ളിയിൽ നിന്ന് പിന്നെ ഉസ്താദ്മാർ പറഞ്ഞു കൊടുക്കും. അപ്പോൾ സ്ത്രീകൾ പ്രത്യേകം മനസ്സിലാക്കുക. ചെറിയ പെരുന്നാൾ നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ ഇമാമോട് കൂടെ അല്ലെങ്കിൽ ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്ത് വെച്ച് നേരെ അല്ലാഹു അക്ബർ തക്ബീർ കെട്ടി വജ്ജഹത്ത് ഓതി വീണ്ടും അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി അങ്ങനെ 7 പ്രാവശ്യം ചൊല്ലുക. 7 പ്രാവശ്യം ചൊല്ലുന്നതിൻ്റെ ഇടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? പിന്നെ ഫാത്തിഹയും സൂറത്തും ഓതി നേരെ റുക്കുവും സുജൂദും കഴിഞ്ഞ് നേരെ എഴുന്നേൽക്കുക. 2-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിന്ന് വീണ്ടും തക്ബീർ കെട്ടുക. അല്ലാഹു അക്ബർ എന്ന് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ഇങ്ങനെ ചൊല്ലിയിട്ട് 5 തക്ബീർ ചൊല്ലുക. 5 തക്ബീറുകൾക്ക് ശേഷമാണ് പിന്നെ ഫാത്തിഹയും സൂറത്തും ഓതേണ്ടത്. അങ്ങനെ ഓതിയിട്ട് പിന്നെ എന്ത് ചെയ്യുക? അത്തഹിയ്യാത്തൊക്കെ കഴിഞ്ഞ് സലാം വീട്ടി പിന്നെ എന്ത് ചെയ്യുക? ഒരു ചെറിയ ദുആ ചെയ്ത് ഒന്നുകിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ഒന്ന് മനസ്സറിഞ്ഞ് ഒന്ന് ദ്വാരിക്കുക. ജമാഅത്ത് കൂടെ ആണെങ്കിൽ എന്ത് ചെയ്യുക? ഞാൻ അറബി അറിയിക്കും മലയാളത്തിലെങ്കിലും ഒന്ന് ദ്വാരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് പിരിയുക. ആ ഒരു രൂപമാണ് നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിൽ നാം ചെയ്ത എല്ലാ അമാലുകളും അല്ലാഹു തആല പരിപൂർണമായിട്ടും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി